ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇത് വളരെ അത്യാവശ്യമുള്ള ഒരു വീഡിയോ ആണ്. എല്ലാവർക്കും ഷെയർ കൊടുക്കുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക കിട്ടുന്നവർ. കാരണം നമ്മുടെ ഏകലവ്യ EMRS ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിന്റെ നോൺ ടീച്ചിങ് പോസ്റ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, നോൺ ടീച്ചിങ് ആൻഡ് ടീച്ചിങ് പോസ്റ്റ് വിളിച്ചിട്ട് നോൺ ടീച്ചിങ് ധാരാളം പോസ്റ്റ് ഉണ്ട്, ടീച്ചിങ്ങിലും ധാരാളം പോസ്റ്റ് ഉണ്ട്. TGT ആൻഡ് PGT ഏകദേശം 7000-ൽ പരം പോസ്റ്റുകളിലേക്കാണ് വിളിച്ചിരുന്നത്. ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് നാളെയാണ്. നാളെ October 23 രാത്രി 11:59 വരെയാണ്, 11:59 PM വരെയാണ് ടൈം എന്ന് പറയുന്നത്. ഇതുവരെ അപ്ലൈ ചെയ്തിട്ടില്ലാത്തവര് എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യാനുള്ള ജസ്റ്റ് ഫോർമാലിറ്റി ക്രൈറ്റീരിയ ഞാനൊന്ന് പറഞ്ഞുതരാം. അതായത് ടീച്ചിങ്ങിന്റെ യോഗ്യതകള്, ടീച്ചിങ് TGTയും വിളിച്ചിട്ടുണ്ട്, TGTയും PGTയും വിളിച്ചിട്ടുണ്ട്. TGTയുടെ യോഗ്യത എന്ന് പറയുന്നത് നിങ്ങൾക്ക് അതാത് വിഷയത്തിലുള്ള B.Ed 50% മാർക്ക്, അതുപോലെ തന്നെ നിങ്ങളുടെ ഡിഗ്രി 50% മാർക്ക്, അതുപോലെ തന്നെ CTET 2 ആവശ്യമാണ്. ഇനി PGT ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് ജസ്റ്റ് PG 50% മാർക്ക്, അതുപോലെ തന്നെ B.Ed 50% മാർക്ക്. ഇത്രയും മതി, ഇത് രണ്ടും മതി. ഇതില് TGT എഴുതുന്നതിന് വേണ്ടി CTET വേണം, എന്നാൽ PGT അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി CTET വേണ്ട. അതുപോലെ തന്നെ പ്രായപരിധി എന്ന് പറയുന്നത് ജനറലിന് 35 വയസ്സും ഇവിടെ ജനറലിന് 40 വയസ്സുമാണ്. അതായത് TGTക്ക് 35 വയസ്സും PGTക്ക് 40 വയസ്സുമാണ്. ഇതില് വുമൺ സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്ക് 10 വർഷത്തെ 10 ഇയർ റിലാക്സേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ TGTക്ക് സ്ത്രീകൾക്ക് 45 വയസ്സ് വരെയും, അതുപോലെ തന്നെയാണ് സ്ത്രീകൾക്ക് PGTക്ക് 50 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ പെൺകുട്ടികൾക്ക് 45 വയസ്സ് 50 വയസ്സ് കേട്ടോ. പെട്ടെന്ന് അപ്ലൈ ചെയ്യൂ. അപ്ലൈ ചെയ്തിട്ടില്ലാത്തവര് പെട്ടെന്ന് അപ്ലൈ ചെയ്യൂ. ധാരാളം പോസ്റ്റുകളുണ്ട്. ഓക്കെ, 10 വർഷം റിലാക്സേഷൻ ഉണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നേരത്തെ പ്രത്യേക സർട്ടിഫിക്കറ്റുകളൊന്നും വാങ്ങിക്കേണ്ടതില്ല. അപ്ലൈ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് വേണ്ട സർട്ടിഫിക്കറ്റ്, അതായത് EWS-കാരോ OBC-കാരോ SC/ST-കാരോ ഒക്കെ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്തതിനു ശേഷം നിങ്ങൾ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾക്ക് വേണ്ട ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് ഫോട്ടോയും സിഗ്നേച്ചറും മാത്രമാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടത്. ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ മാത്രം മതി നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. ഓക്കെ, നോൺ ടീച്ചിങ് ആയാലും ടീച്ചിങ് ആയാലും. അതിൽ ഇനി ടീച്ചിങ് ഏതൊക്കെയുണ്ട്, നോൺ ടീച്ചിങ് ഏതൊക്കെയുണ്ടെന്ന് പെട്ടെന്ന് പറഞ്ഞുതരാം. പിന്നെ ഹിന്ദി ഒരു ഇഷ്യൂസ് ആയിട്ട് കാണുന്നവര് ഹിന്ദി ഒന്നുമില്ല ഇതില്, അത് മാനിക്കേ വേണ്ട. ഓക്കെ, ഹിന്ദിയെ മാനിക്കേണ്ടെന്നല്ല, ഹിന്ദി ഒരു വിഷയമേ അല്ല ഇവിടെ. ഓക്കെ, അതായത് PGTക്ക് 1960 വേക്കൻസി, TGT 3962, ഫീമെയിൽ നോൺ ടീച്ചിങ് എന്ന് പറയുന്നത് ഫീമെയിൽ സ്റ്റാഫ് നഴ്സ് 550, ഹോസ്റ്റൽ വാർഡൻ 635, അക്കൗണ്ടന്റ് 61, JSA ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് 228, ലാബ് അറ്റൻഡന്റ് 146. ഓക്കെ, ഇതിലെ PGT വിളിച്ചിരിക്കുന്ന ഇംഗ്ലീഷ്, ഹിന്ദി, മാത്സ്, കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, ഹിസ്റ്ററി, ജിയോഗ്രഫി, കൊമേഴ്സ്, എക്കണോമിക്സ്, കമ്പ്യൂട്ടർ സയൻസ്. ഓക്കെ, അതുപോലെ തന്നെ TGTയിലേക്ക് വരുമ്പോഴത്തേക്ക് ഹിന്ദി, ഇംഗ്ലീഷ്, മാത്സ്, സോഷ്യൽ സ്റ്റഡീസ്, സയൻസ്, കമ്പ്യൂട്ടർ, സയൻസ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ബോട്ടണി, സുവോളജി അല്ലെങ്കിൽ ബയോളജി, സയൻസ് മെയിൻ ആയിട്ട് പഠിച്ചവർക്ക് മാത്രമേ സയൻസ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. BSc ഫിസിക്സുകാർ, BSc കെമിസ്ട്രിക്കാർക്കൊന്നും സയൻസ് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു കാര്യം ആലോചിക്കുക. പിന്നെ മലയാളം പഠിച്ചവർക്ക്, മലയാളം ഡിഗ്രി ഉള്ളവർക്ക്, B.Ed ഉള്ളവർക്ക് CTET 2 ഇവിടെ ഉണ്ടെങ്കിൽ മലയാളംകാർക്കും വിളിച്ചിട്ടുണ്ട്. CTET 2 വേണം, മലയാളംകാർക്കും TGT വിളിച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ മെസലേനിയസ് ആയിട്ടുള്ളതിൽ മ്യൂസിക് ടീച്ചർ, ആർട്സ് ടീച്ചർ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ മെയിൽ ആൻഡ് ഫീമെയിൽ, ലൈബ്രറിയൻ 124 പോസ്റ്റാണ് ലൈബ്രറിയൻ വിളിച്ചിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക, നാളെയാണ് ലാസ്റ്റ് ഡേറ്റ്. ഓക്കെ, അപ്പൊ നോൺ ടീച്ചിങ് ഉള്ള ഒരു ഹോസ്റ്റൽ വാർഡൻ മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ആണ്. ഫീമെയിൽ സ്റ്റാഫ് നഴ്സ് വിളിച്ചിട്ടുണ്ട്, ഇതൊക്കെ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അക്കൗണ്ടന്റ് 61 വേക്കൻസി, ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് 228, ലാബ് അറ്റൻഡന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾ ലാബ് അറ്റൻഡന്റ് കോഴ്സ് പാസ്സായിരിക്കണം, അല്ലെങ്കിൽ +2 സയൻസ് പഠിച്ചാൽ മാത്രം മതി. +2 സയൻസ് പഠിച്ചിട്ടുള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഇനി നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് വേണ്ടി വരുന്ന ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്ന ഒന്നുമില്ല. അതായത് ജനറൽ കാറ്റഗറിക്കും ആയാലും, SC ആയാലും ST ആയാലും OBC ആയാലും, ഗേൾസിന് ഓരോ പോസ്റ്റിനും അപ്ലൈ ചെയ്യുന്നതിന് ഗേൾസിന്റെ ഫീസ് എന്ന് പറയുന്നത് only 500 മാത്രമേ ഉള്ളൂ. ജെൻസിന് ഓരോന്നിനും ഇത് രജിസ്ട്രേഷൻ ഫീസും വേണം, പരീക്ഷാ ഫീസും അടയ്ക്കേണ്ടതായിട്ടുണ്ട്. രജിസ്ട്രേഷൻ ഫീസും അതുപോലെ തന്നെ കോഴ്സ് ഫീസും വേണം. അതായത് ലേഡീസിന് എല്ലാത്തിനും 500 രൂപയേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാവർക്കും ഇപ്പം TGT ആൻഡ് PGT ആണെങ്കിൽ ആപ്ലിക്കേഷൻ ഫീസ് 1500, പ്രോസസിംഗ് ഫീ 500, അങ്ങനെ 2000 വേണം.
നോൺ ടീച്ചിങ് സ്റ്റാഫിനാണെങ്കിൽ ആപ്ലിക്കേഷൻ ഫീ 1000, പ്രോസസ് ഫീ 500, ജനറൽ മൊത്തം 1500. അതായത് അതർ കാറ്റഗറിക്കാണ്. അതർ കാറ്റഗറീസ് മെയിൽസിന് കേട്ടോ. ഫീമെയിൽസിന് ഉള്ളി 500 രൂപയുള്ളൂ ഓരോ പോസ്റ്റും അപ്ലൈ ചെയ്യുന്നതിന്. ഓക്കെ, അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സിംഗ് ആണ്, കാര്യങ്ങളാണ്. സൈറ്റ് ഒക്കെ ബ്ലോക്ക് ആയി പോവും, തിരക്കായി പോവും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ബാക്കി ഇതിന്റെ മറ്റുള്ള എക്സാംസ്, സിലബസ്, കാര്യങ്ങളെല്ലാം നമ്മുടെ ചാനലിൽ വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള EMRS വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളും ഒക്കെ അവൈലബിൾ ആണ്. അഡ്മിഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, അങ്ങനെ ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി എന്തെങ്കിലും സംശയമുള്ളവര് ഈ നമ്പറിൽ 77 36 75 04 73 എന്ന് പറയുന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ വാട്സ്ആപ്പ് മെസ്സേജുകളിലൂടെ ചോദിക്കാവുന്നതാണ്. അപ്ലൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അപ്പൊ എത്രയും പെട്ടെന്ന് പോയി അപ്ലൈ ചെയ്യുക. നാളെയാണ് October 23 നാളെയാണ് ലാസ്റ്റ് ഡേറ്റ്. ഓക്കെ, അപ്പൊ ഇന്ന് തന്നെ പരമാവധി എല്ലാവരും അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും പരമാവധി ഇന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ഓക്കെ, 7000-ൽ പരം പോസ്റ്റ് ഉള്ള ഇതാണ്, സെൻട്രൽ ഗവൺമെന്റ് പോസ്റ്റ് ആണ്, ഹൈ സാലറി ആണ്, എല്ലാ ബെനിഫിറ്റ്സും ഉള്ളതാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്ന് തന്നെ ഇത് അപ്ലൈ ചെയ്യുക. അപ്പൊ ഇത് ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഗേൾസിന് 50 വയസ്സ്, TGT-ക്ക് 45 വയസ്സും PGT അപ്ലൈ ചെയ്യാനായിട്ട് 50 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓടിപ്പോയി അപ്ലൈ ചെയ്യുക. ജനറലിന് 35-40 ആണ് വരുന്നത്. ബാക്കി ഗേൾസിന്റെ കാര്യത്തിൽ ജനറൽ എന്നോ SC എന്നോ ST എന്നോ OBC ഒന്നും ഇല്ല, 50 വയസ്സ് തന്നെയാണ്. സീറ്റെറ്റോ കേറ്ററ്റോ നെറ്റോ സെറ്റോ ഒന്നും തന്നെ വേണ്ട. PGT അപ്ലൈ ചെയ്യുന്നതിന്, TGT അപ്ലൈ ചെയ്യുന്നതിന്, ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ അപ്ലൈ ചെയ്യുന്നതിന് സീറ്റെറ്റ് 2 ആവശ്യമാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പൊ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇന്ന് തന്നെ മാക്സിമം എല്ലാവരും അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിനു ശേഷം നിങ്ങളുടെ റെലവെന്റ് ആയിട്ടുള്ള മറ്റു സർട്ടിഫിക്കറ്റുകൾക്ക് വേണ്ടിയിട്ടും നാളെ തന്നെ അപ്ലൈ ചെയ്യുകയും വേണം, October 23 മുമ്പ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതിൽ പറയാനുള്ളൂ. ബാക്കി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ മുകളിൽ പരാമർശിച്ച ആ നമ്പർ 77 36 75 04 73 എന്ന് പറയുന്ന നമ്പറിൽ നിന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അഡ്മിഷനെ കുറിച്ച് അറിയുന്നതിനും ബാക്കിയുള്ള എന്ത് സംശയങ്ങൾ അറിയുന്നതിനും വേണ്ടിയിട്ടും ഇതിൽ വാട്സ്ആപ്പ് മെസ്സേജോ വിളിക്കുകയോ ചെയ്യുക. ഓക്കെ, ഇത്ര കാര്യങ്ങൾ അതിനെപ്പറ്റി പറയാനായിട്ട്. അപ്പൊ എല്ലാവർക്കും നല്ലത് ആശംസിക്കുന്നു. താങ്ക് യു. വന്ദേ മാതരം. ജയ് ഹിന്ദ്.